ഇന്ന് തൊട്ട് ഇവിടെ സ്കൂളിൽ സ്പോർട്സ് തുടങ്ങിയിട്ടോ. വൈകുന്നേരമാണ് സ്പോർട്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ണിയും ഞാനും കൂടി പോവുകയാണ്. ഉണ്ണിക്ക് വൈകുന്നേരം ഹാൻഡ് ബോൾ ഉണ്ടായിരുന്നു. ഇവിടെ 2-2 സ്പോർട്സിന് ഉണ്ടാകാറുള്ളത്. ഒന്ന് ഫുട്ബോളും ഹാൻഡ് ബോളും. പെൺകുട്ടികൾ ഹാൻഡ് ബോൾ കളിക്കും, ആൺകുട്ടികൾ ഫുട്ബോളാണ് കേട്ടോ. അപ്പം നമ്മൾ പോകുമ്പോഴത്തേനും ഓൾറെഡി കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ണിയുടെ സമയം പറഞ്ഞ സമയത്താണ് നമ്മൾ പോയത്. ഉണ്ണിയും ഞാനും ഇപ്രാവശ്യം ഒരേ ഹൗസിലാണ് കേട്ടോ. ഞാനും ഉണ്ണി ഹുറവി ഹൗസിലാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് ആൺകുട്ടികളുടെ കി സ്റ്റേജ് 2-ലെ ആൺകുട്ടികളാണ് ഫുട്സൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നോക്കി നിന്നു. ഒന്ന് മുഖം നേരാക്കോ? അമ്മയ്ക്ക് പ്രസവവേദന, മോൾക്ക് വീണവേദന എന്ന് പറഞ്ഞൊരു അവസ്ഥയിലായിരുന്നു ഞാനും ഉണ്ണിയും. ഉണ്ണിയാണെങ്കിൽ അവിടെ ടെൻഷൻ അടിച്ച് അടുത്തായിട്ട് കളിക്കാൻ പോകുന്നതിൻ്റെ ടെൻഷനിലായിരുന്നു. ഞാനാണെങ്കിൽ ഇവിടെ അവളെ ഓരോന്ന് പറഞ്ഞ് ട്രോളിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് പിന്നെ വേറെ പടിയൊന്നും വേണ്ടേ, അവിടെ വെറുതെ ഇരിക്കുകയാണ്. ഇപ്രാവശ്യം പ്രോപ്പറായിട്ട് കുട്ടികൾക്ക് പ്രാക്ടീസ് ഒന്നും കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് ഉണ്ണിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ണിയുടെ ടീം തുടങ്ങി. ഇന്ന് ഹുറവി ഹൗസും ഗാസി ഹൗസും തമ്മിലാണ് കളിക്കുന്നത്. ഈ മഞ്ഞയാണ് ഹുറവിയും, മറ്റേ നീലയാണ് കേട്ടോ ഗാസി ഹൗസും. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. വൈകുന്നേരമാണ് ഇങ്ങനെയുള്ള സ്പോർട്സ് കാര്യങ്ങൾ അവർ വെച്ചിട്ടുള്ളത്. ഇന്നൊരു ദിവസം 4 ടീമിൻ്റെ കളിയാണ് ഉണ്ടാവുക. 2 ഫുട്സോളും 2 ഹാൻഡ് ബോളും ആയിരിക്കും ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള സ്പോർട്സ് കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ചില അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട്. അതായത് അന്നേ ദിവസം വരെ ക്ലാസ്സിന് വരാത്ത കുട്ടികൾ ഇങ്ങനെയുള്ള സ്പോർട്സിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് സ്കൂളിലോട്ട് വരും കേട്ടോ. കാരണം ഇവർക്ക് എന്തിനേക്കാളും വലുതാണ് ഈ ഫുട്സലും ഹാൻഡ് ബോളും പോലുള്ള സ്പോർട്സ് എന്ന് പറയുന്നത്. ഇവരുടെ ലൈഫിൽ അതിന് വല്ലാത്തൊരു പ്രാധാന്യമാണ് ഇവർ കൊടുക്കുന്നത്. ഉണ്ണിയും ഞാനും ഇപ്രാവശ്യം ഒരേ ഹൗസ് ആയതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അല്ലെങ്കിൽ ഉണ്ണിയുടെ ടീമിനെയാണോ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ടീമിനെയാണോ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് വല്ലാത്ത ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അവർ ടൈ ആയിട്ടോ, ടൈ ആണ്. ഉണ്ണി എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം അടുത്തൊരു കളിയും കൂടി കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫൈനലിൽ പോകാമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീ വിദ്യ സൈനിങ് ഓഫ്.